ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 15-ാം വചനത്തിലുള്ള നായ എന്ന ആ പ്രയോഗത്തെ പറ്റിയാണ്. നായയുടെ പ്രധാനപ്പെട്ട 3 ക്വാളിറ്റികളെപ്പറ്റി ചിന്തിക്കണം എന്ന് പറഞ്ഞു. അതിലാദ്യത്തേത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 2ാമത്തെ ക്വാളിറ്റിയാണ്. 2ാമത്തേത് നായയ്ക്ക് വകതിരിവില്ല. ഉദാഹരണമായിട്ട് ഒരു നായയ്ക്ക് സെക്സ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നായ ചിന്തിക്കാറില്ല, ഇത് അപ്പുറത്തെ വീട്ടിലെ നായയാണല്ലോ, അല്ലെങ്കിൽ ഇത് അപ്പുറത്തെ വീട്ടിലെ നായയുടെ ഭാര്യയാണല്ലോ, അല്ലെങ്കിൽ ഇത് എൻ്റെ സഹോദരിയാണല്ലോ, അല്ലെങ്കിൽ അത് എൻ്റെ അമ്മയാണല്ലോ. ഇത് ഒന്നും ഈ മേഖലയിൽ നായ ചിന്തിക്കില്ല. ഇത് നമ്മൾ ആലോചിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ നായയ്ക്ക് എല്ലാം ഒരുപോലെയാണ്. ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ട്. ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. നമ്മൾ കാണുന്നുണ്ട് പലതും. ഇത് ബൈബിളിൽ പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 17-ാം വചനം അത് പറയാണ്, വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല. അതായത് വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കും, എല്ലാം. അവർക്ക് അതൊന്നോ ഇതൊന്നോ അപ്പുറത്തേതെന്നോ ഇപ്പുറത്തേതെന്നോ ഇവിടുത്തേതെന്നോ അവിടുത്തേതെന്നോ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാം അവർക്ക് മധുരിക്കും, അവർക്ക് ഒരുപോലെയാണ്. അപ്പം അങ്ങനെയുള്ളവരെ നായയുടെ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. കാരണം അത് നായയുടെ സ്വഭാവമാണ്. അപ്പോൾ അതാണ് നായയുടെ 2ാമത്തെ ക്വാളിറ്റി. ആദ്യത്തേത് ലക്ഷ്യമില്ല, 2ാമത്തേത് വകതിരിവില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ആക്ഷൻ കൊണ്ടായിരിക്കുകയില്ല, മനസ്സുകൊണ്ടായിരിക്കും. മനസ്സുകൊണ്ട് നമുക്കെല്ലാം ഒരുപോലെ ആയിരിക്കും. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ നമ്മളിലേക്ക് നോക്കി വിലയിരുത്തുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത്. വേറെ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാറ്റഗറിയിലെങ്ങാനും പെടുന്നുണ്ടോ എന്ന് ഒരു വിചിന്തനം നടത്തി, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മോചനം നേടണം. കാരണം സ്വർഗരാജ്യത്തെ ലക്ഷ്യം വച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടരുത്. നമുക്ക് ഇതിൻ്റെ 3ാമത്തെ ഭാഗം, അല്ലെങ്കിൽ നായയുടെ 3ാമത്തെ ക്വാളിറ്റി, അത് നമുക്ക് നാളെ ചിന്തിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.